ഹായ്, ഇന്ന് ഞാൻ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വേണ്ടത് സമയമാണല്ലേ. നമുക്കെല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ 24 മണിക്കൂർ അല്ലേ. നമ്മൾ ഓരോ സമയവും നഷ്ടപ്പെടുത്താണ്ട് നോക്കുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കേണ്ട ഓരോ നിമിഷങ്ങളാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ട സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം നമ്മൾ നല്ലൊരു പ്രഭാതം തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളൊരു ദിവസം തുടങ്ങുകയാണ് അല്ലേ. ആ തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മൾ ചെയ്യേണ്ട ചിലർ യോഗ ചെയ്യൂലേ. അപ്പോൾ ആ യോഗകൾ ചെയ്ത് നമുക്ക് പിന്നെ നമ്മൾ അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ കടന്ന് നല്ലൊരു അന്നത്തേക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ വിട്ട് നമ്മൾ ഓരോ ദിവസത്തിൻ്റെ സമയം ഇങ്ങനെ നമ്മൾ തള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്താണ് ചെയ്തത് അല്ലേ. നമുക്കൊന്നും ചെയ്തിട്ടില്ല ആ സമയം കൊണ്ട്. നമുക്കുണ്ട് ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ. അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ നമുക്കും ഈ സമയം തന്നെയാണുള്ളത്. അപ്പം നമ്മളതെല്ലാം കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ, അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ചെടികൾക്കായാലും എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പോൾ ആ സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്താതെ, അപ്പോൾ നമ്മൾ ആ സമയം പാഴാക്കാണ്ട് നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്നത് നമ്മുടെ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവും കലയും കൂടിയാണ് അല്ലേ. അതായത് ഓരോ ദിവസത്തെയും സമയത്തെയും നമ്മൾ യുക്തിപൂർവ്വം വിനിയോഗിച്ചാലേ നമുക്ക് ആ സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. നമ്മളിപ്പോൾ ഓരോ സമയം തള്ളി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു സമയം നീക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ആ ഒരു സമയമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. നമ്മൾ കുറേ പേര് അല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി മൊബൈലിലും TV-ക്കൊക്കെ അടിമകളായിട്ട് സമയം തള്ളിക്കളയുന്നവരുണ്ട് അല്ലേ. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ നല്ലതാണ്. പക്ഷെ വെറുതെ റീലൊക്കെ കണ്ടിരുന്ന സമയം കളയുന്നത് വെറും മണ്ടത്തരം തന്നെയാണ്. നമ്മുടെ ഒരു ദിവസമാണ് പോകണം അല്ലേ. അപ്പോൾ ആ ദിവസം ഒന്ന് നഷ്ടപ്പെടുത്താണ്ട് നമ്മൾ നോക്കുക. പിന്നെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആരോഗ്യവും നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. അതൊക്കെ നിറവേറ്റണമെങ്കിൽ നമ്മൾ ആ സമയം ഉപയോഗിച്ചാൽ തന്നെയാണ് നമുക്ക് സാധിക്കുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയും. എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്നു. താങ്ക് യു.